നമസ്കാരം, ഞാൻ സുഹൈൽ മുഹമ്മദ്. കൊല്ലം അഞ്ചലിൽ യുവതിയും നവജാത ശിശുക്കളായ ഇരട്ടക്കുട്ടികളെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ 18 വർഷത്തിന് ശേഷം പിടിയിൽ. 3 ജീവനുകളെടുത്ത നരാധമന്മാർ കഴിഞ്ഞ 18 വർഷം തെല്ലു കുറ്റബോധമില്ലാതെ പോണ്ടിച്ചേരിയിൽ വ്യാജ മേൽവിലാസത്തിൽ സുഖിച്ച് ജീവിച്ചു പോരുകയായിരുന്നു. അവിടെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നതിനിടയിലാണ് CBI ഇപ്പോൾ പ്രതികളെ പൊക്കിയിരിക്കുന്നത്. അന്ന് 18 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് എന്ത്? 3 പേരുടെ ജീവനെടുത്തതിന് പ്രകോപനമെന്ത്? പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പാലക്കാട് പട്ടാമ്പി വല്ലപ്പുഴയിൽ 15-കാരിയെ കാണാതായിട്ട് 5 ദിവസമാകുന്നു. ട്യൂഷന് വേണ്ടി വിട്ടുനിന്ന് പുറപ്പെട്ട ഷഹാനയ്ക്ക് എന്ത് സംഭവിച്ചു? കൂടെ ഉണ്ടായിരുന്ന യുവാവിൽ നിന്ന് സംശയിക്കുന്ന രേഖാചിത്രം പുറത്തുവിട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഒരു പ്രാദേശിക കോൺട്രാക്ടറുടെ 100 കോടി രൂപ അഴിമതി പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകനെ അതിക്രൂരമായി കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളി. 3 ദിവസത്തെ മിസ്സിംഗ് കേസ് അന്വേഷണമാണ് കൊലപാതകത്തിലെത്തിയത്. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. കോൺട്രാക്ടർക്ക് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞതിന് കൊന്നില്ലാതാക്കിയതാണ് മാധ്യമ പ്രവർത്തകൻ. അങ്ങനെ ഈ വാർത്തകളും ഇനി അതിലേറെ വാർത്തകളുമായി കുറ്റകൃത്യ ലോകത്തെ സമഗ്ര വാർത്തകളുമായി പോലീസ് രാത്രി 10-ന് കാണാം. സ്റ്റേ ട്യൂൺഡ്.